ഇന്നിവിടെ നടക്കുന്നത് കിക്കിൻ്റെ പ്രോഗ്രാമാണ്, കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റി. സോ നമ്മൾ ലാസ്റ്റ് ഇയർ ബിൽഡ് ചെയ്തൊരു കമ്മ്യൂണിറ്റിയാണ്. ലീഗൽ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ആൻഡ് അതിനുശേഷം നമ്മൾ ഒരു സോർട്ട് ചെയ്ത ലിസ്റ്റിൽ നിന്ന് ഒരു 110 ക്രിയേറ്റേഴ്സിന് നമ്മൾ ഇൻഫ്ലുവൻസേഴ്സ് നമ്മൾ തന്നെ മോണിറ്റർ ചെയ്ത് നമ്മൾ തന്നെ എടുത്തതാണ്. അപ്പോൾ നമുക്ക് മോർ ദാൻ 600-700 എൻക്വയറീസ് ഉണ്ടായിരുന്നു. നമ്മളുടെ കുറേ ക്രൈറ്റീരിയ ഉണ്ട്. നമ്മുടെ ബൈലോ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കിയിട്ട് നമ്മൾ ആ ക്രൈറ്റീരിയ അനുസരിച്ചിട്ടാണ് എല്ലാവരും സെലക്ട് ചെയ്തത്. ഇഷ്ടംപോലെ ആഡ് ഓൺസ് ഉണ്ട്. നമ്മളെ കൊണ്ട് ഇപ്പോൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന 100 പേരായതുകൊണ്ട് അത്രയും ആക്കിയിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്യാന്നുള്ള രീതിക്ക് ഇന്ന് മെമ്പർഷിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവരിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ പറ്റും. നമ്മൾ എന്താ ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഒരുപാടുണ്ട്. അത് ഇപ്പോൾ ഫംഗ്ഷനാകുമ്പോൾ അത് കുറച്ചുകൂടി കൃത്യമായിട്ട് നമുക്ക് കൺവേ ആവും. ബിക്കോസ് കുറേ കാര്യങ്ങൾ നമ്മൾ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ എന്താ പറയുക, ഒരു കൊല്ലത്തിനുള്ള പരിപാടിയൊന്നുമല്ല. ഫ്യൂച്ചർ എങ്ങനെയാണ്, എന്താണ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഒഫീഷ്യലി ഇനാഗ്രേറ്റ് ചെയ്തത്. നമ്മൾ എക്സൈറ്റഡ് ആണ്. കാരണം അമ്മയൊക്കെ പോലെ സെലിബ്രിറ്റീസിന്റെ ചാനലൊക്കെ ഓരോ സംഘടന പോലെ തന്നെ ചോദിക്കാൻ ആളുണ്ട് മാത്രമല്ല, നമ്മൾ കൂട്ടായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതെന്താന്നുള്ളത് നമ്മൾ തന്നെ തിരിച്ചറിയണം. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക എന്നുള്ളൊരു ബേസിക്കാണ്. ഹലോ, നമ്മളെല്ലാം സൂപ്പർ എക്സൈറ്റഡ് ആണ്. ഇങ്ങനെ കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റി ആവാൻ പോവുകയാണ്. യൂട്യൂബർ എന്ന നിലയ്ക്ക് തുടങ്ങിയ പലരും ഇന്നൊരു കമ്മ്യൂണിറ്റി ആയി അവർ ഭയങ്കര അവരുടെ പവർ കാണിച്ചു. അപ്പോൾ എങ്ങനെയാണ് ഇതിലേക്ക് നോക്കിക്കാണുന്നത്? എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എന്താ കാരണം വെച്ചാൽ ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യാൻ പറ്റി. അതുപോലെ നമ്മൾ എന്തൊരു പ്രശ്നം ഉണ്ടെങ്കിലും നമ്മുടെ കമ്മ്യൂണിറ്റി അതിനൊപ്പം നിൽക്കുന്നുണ്ട്. വയനാട് ഇത്ര വലിയൊരു പ്രശ്നം ഉണ്ടായല്ലോ, അപ്പോഴും നമ്മുടെ കമ്മ്യൂണിറ്റി അതിൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് സന്തോഷമുണ്ട്. ഇത്ര വലിയൊരു പ്രശ്നം നടന്നിട്ട് നമ്മളെല്ലാം കൂടി സപ്പോർട്ട് ചെയ്തിട്ട് ഇത്രയും അതിനെ പ്രതിരോധിക്കാൻ നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇതിലൊരു അംഗമാവാൻ പറ്റിന് ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പം 100ഓളം മെമ്പേഴ്സ് ഉണ്ട് ഇതിൽ. ഇനിയും ആഡ് ഓൺസ് വരും എന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഇതിലേക്ക് ഇപ്പം മെമ്പേഴ്സിനെ സെലക്ട് ചെയ്തതെന്നൊരു യൂട്യൂബേഴ്സ് എങ്ങനെയായിരുന്നു? എനിക്ക് സത്യത്തിൽ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. എന്താ കാരണം ഞാൻ ബിഗ് ബോസിൽ വന്നിട്ട് സായിച്ചേട്ടൻ്റെ പരിചയത്തിലാണ് ഞാൻ കയറിയത്, ജോയിൻ ചെയ്തത്. അപ്പോൾ സായിച്ചേട്ടൻ പറഞ്ഞു ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റിൻ്റെ നല്ലതാണ്, നീ ജോയിൻ ചെയ്തോ, നമുക്ക് എന്തെങ്കിലും ഒരു ലൈഫിലൊക്കെ ഉപകാരം വരും, നമുക്ക് എന്തൊരു പ്രശ്നം ഉണ്ടെങ്കിലും നമ്മുടെ കിക്കിൻ്റെ ആൾക്കാർ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നമ്മളത് അത് മതിയല്ലോ, നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ നമ്മുടെ കൂടെ ഒരാൾ എന്നുള്ളൊരു അത് കാരണം ചേർന്നു. ഇല്ലല്ല, ഞാനിപ്പോൾ നോർമലായിട്ടുള്ള ഒരു പൊസിഷനിലും ഇല്ല. ഇതുവരെ ഇല്ല. താങ്ക് യു സോ മച്ച്. നമ്മുടെ വ്ളോഗേഴ്സിൻ്റെ ഒരു അസോസിയേഷൻ നമ്മൾ ലാസ്റ്റ് ഒരുപാട് പരിപാടി വെച്ച് കൂടിയതാണ്. അപ്പോൾ അതിൻ്റെ മെമ്പർഷിപ്പ് വിതരണത്തിന് വന്നതാണ്. ഓക്കെ, എങ്ങനെയാണ്? എക്സൈറ്റഡ് ആണോ? കാരണം നമ്മളും എക്സൈറ്റഡ് ആണ്. കാരണം ഈ യൂട്യൂബേഴ്സ്, അതായത് ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റി വരാൻ പോവുകയാണ്. തീർച്ചയായിട്ടും വരാൻ പോകാൻ നമ്മൾ വന്നിട്ട് വേറെ ഒരുപാടായി. ഞാൻ അതിൻ്റെ വൈസ് പ്രസിഡൻ്റാണ്. ഓക്കെ, അപ്പോൾ എല്ലാം സെറ്റാണ്. ഒരുപാട് ആളുകൾ കഴിഞ്ഞ തവണ നടത്തിയേക്കാൾ ഒരുപാട് ആളുകൾ വന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നാണ് ഒഫീഷ്യലായിട്ട് ഇനോഗ്രേറ്റ് ചെയ്ത് ഇന്നായിരിക്കും അല്ലേ എല്ലാം ഇത്തരത്തിലായിരിക്കും ഈ ഒരു കമ്മ്യൂണിറ്റി നമ്മളിലേക്ക് വരാൻ പോകുന്നത്, അല്ലെങ്കിൽ ആയിരിക്കുമെന്ന് പറയുന്നത്. ഇനി നമ്മൾ എല്ലാ വ്യക്തമായ പ്ലാനിങ്ങോടെ എല്ലാ ഇൻഫ്ലുവൻസേഴ്സിനും ആളുകളുണ്ട്, നമുക്കും ചോദിക്കാനും പറയാൻ ആളുകളുണ്ട് എന്നുള്ളൊരു സംഘടന. ഇവൻ എല്ലാവർക്കും സംഘടന സമയത്ത് നമുക്കും ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ പല ആളുകൾക്കും അറിയില്ല ബ്ലോഗേഴ്സിന് എന്താ പ്രശ്നം, അവർക്ക് എന്താ പ്രശ്നം, അവർക്ക് നല്ല സുഖമല്ലേ എന്ന് എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും. പക്ഷെ അതിൽ നിന്ന് വ്യത്യാസം നമുക്കുള്ള അനുഭവങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരു മേഖല തന്നെയാണിത്. ഓക്കെ, പലരും ഇത് തൊഴിലാണ് പോലും അംഗീകരിക്കാത്ത ആൾക്കാരുണ്ട്. ഓക്കെ, അല്ല നമ്മൾ ഓൾറെഡി തിരഞ്ഞെടുത്ത് കഴിഞ്ഞാണ്. അതെ, ഇപ്പോൾ നമ്മൾ പ്രസിഡന്റ് ഖാദർ കരിപ്പൊടി ഉണ്ട്, വൈസ് പ്രസിഡന്റ് ഞാനാണ്, സെക്രട്ടറി സായിയാണ്, സീക്രട്ട് ഏജന്റ്, അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഓക്കെ.